السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ സാമ റമദാന, ആരെങ്കിലും റമദാൻ മാസത്തിൽ പരിപൂർണമായും നോമ്പനുഷ്ഠിച്ചു, വഅത്ബഅഹു ബിസിത്തിൻ, എന്നിട്ട് 6 നോമ്പിനെ അവൻ തുടർത്തി, മിൻ ഷവ്വാൽ മാസത്തിൽ, ഫകഅന്നമാ സാമദ്ദഹർ, അവൻ ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഹദീസ് നമ്മളെല്ലാവരും കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്, ജീവിതത്തിൽ പാലിക്കുന്നവരൊക്കെയാണ്. ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഷവ്വാൽ മാസം പിറന്നത് തൊട്ട്, അതായത് ഒന്നാമത്തെ ഷവ്വാൽ എന്തായാലും പെരുന്നാളായിട്ട് പോയി, 2ാമത്തെ ദിവസം മുതൽ തന്നെ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ടോ, അതുപോലെ തന്നെ അതൊക്കെ അതൊക്കെ തുടരെയായിക്കൊണ്ട് ഇടവിടാതെ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പല ആളുകളും ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ച് പറഞ്ഞൊരു കാര്യം, വബയ്യന അന്ന മൻ സ്വാമ ശഹ്റ റമളാൻ കാമിലൻ ثم صام بعد رمضان 6 أيام من شوال متواليات أو متفرقات, ഒരാൾ റമളാനിൽ പൂർണ്ണമായും നോമ്പനുഷ്ഠിച്ചു, അതിനുശേഷം റമളാനിന്റെ ശേഷം 6 ദിവസം അയാൾ തുടർത്തുകയും ചെയ്തു. അത് മുത്തവാലിയത്തായിക്കോട്ടെ, അതായത് പറഞ്ഞാൽ തുടരെ ആയതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അത് വ്യത്യസ്ത ദിവസങ്ങളിലായിക്കൊള്ളട്ടെ, അതൊക്കെ പറ്റുന്നതാണ്. ലിഅന്നൽ ഇത്ബാഅ യസ്ദുഖു അല തവാലി വഅല തഫറുഖ്, ഒരാൾ ഇത്ബാ ചെയ്ത് ഒരാൾ തുടർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തുടരെ ചെയ്തു കഴിഞ്ഞാലും, അതുപോലെ തന്നെ വ്യത്യസ്ത ദിവസങ്ങളിലായി ചെയ്തു കഴിഞ്ഞാലും രണ്ടും അതിനെന്താണ്, സാധ്യമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഹദീസിന്റെ ഷറഹിൽ ഒരു വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് എങ്ങനെയാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വെച്ചുകൊണ്ടും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. സൂറത്തുൽ അൻആമിന്റെ 160-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നന്മക്ക് 10 പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുക, ഇരട്ടിയായിക്കൊണ്ട് നൽകുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും റമളാൻ മാസം 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഓരോ നോമ്പിനും 10 പ്രതിഫലം വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അങ്ങനെയാണെങ്കിൽ അത് 10 മാസത്തെ പ്രതിഫലമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഇനി അയാൾ 6 ദിവസം കൂടെ തുടർത്തുകയാണ് എങ്കിലോ, അപ്പോൾ ആ 6നും 10 വീതം വെച്ച് കിട്ടും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വർഷത്തെ മുഴുവൻ പ്രതിഫലവും ലഭിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. ഇപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ആ നോമ്പ് എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.